സൗഹൃദങ്ങൾ. സരസ്വതി ടീച്ചറിൻ്റെ ഊരുവടിയുടെ അടികൊണ്ട് തിണർത്ത കാലിലൂടെ കുഞ്ഞു കൈകൾ കൊണ്ട് തടവി പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ മുന്നിലേക്ക് പച്ച കവറുള്ള പ്യാരി മിഠായിയാണ് ആദ്യം നീണ്ടുവന്നത്. അത് നീട്ടിപ്പിടിച്ച ആളെ പിന്നെയാണ് ഞാൻ കണ്ടത്. ഗവൺമെൻറ് സ്കൂളിലെ എണ്ണം തികയ്ക്കലിൻ്റെ ഭാഗമായിട്ടാണ് ഞാനും സ്കൂളിലെത്തിയത്. അവിടെ തുടങ്ങുകയായിരുന്നു എൻ്റെ പഠനവും സൗഹൃദവും. 5ാം ക്ലാസ് വരെ നീണ്ട ആ സൗഹൃദത്തിനൊടുവിൽ പെട്ടെന്നൊരു ദിവസം ആ കൂട്ടുകാരി വരാതെയായി. പിന്നെ ആ മുഖവും എനിക്ക് ഓർമ്മയില്ലാതെയായി എന്നതാണ് സത്യം. എന്നാൽ ആ കൂട്ടുകാരി വരാതെയായ ദിവസങ്ങളിൽ സ്കൂളിലേക്ക് പോകാൻ തന്നെ മടുപ്പായിരുന്നു. സൗഹൃദങ്ങൾ എനിക്കിഷ്ടമായിരുന്നെങ്കിലും എന്തോ എനിക്കറിയില്ല, ഇപ്പോഴും ഞാൻ ആഗ്രഹിച്ച സ്വാർത്ഥതയുടെ മുൾവേലികളില്ലാത്ത ഒരു സ്ഫടിക പാത്രത്തിനോളം സുതാര്യമായ പോറലുകളും വിള്ളലുകളും മനസ്സിനേൽപ്പിക്കാത്ത ഒരു സൗഹൃദം ഈ 40കളിലെ സൗഹൃദ കൂട്ടായ്മയ്ക്കിടയിലും എനിക്ക് സ്വന്തമാക്കുവാനായില്ലെന്നത് ഒരു നെടുവീർപ്പിൻ്റെ അകമ്പടിയോടെ നഷ്ടബോധത്തോടെ ഓർത്തുപോകുന്നു. പരിമിതികളില്ലാത്ത, ഒന്നും തിരിച്ചു വേണമെന്ന് വാശി പിടിക്കാത്ത, എൻ്റെ വളർച്ചയിൽ അസൂയ തോന്നാത്ത, തളർച്ചയിൽ നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന, എന്ത് മണ്ടത്തരങ്ങൾക്കും കൂടെ നിൽക്കുന്ന ഒരു ചങ്കു കൂട്ടുകാരി. അവിടെ സാമ്പത്തികത്തിനോ സൗന്ദര്യത്തിനോ മറു ചോദ്യങ്ങൾക്കോ അസൂയയ്ക്കോ കടപ്പാടുകൾക്കോ സ്ഥാനമാനങ്ങൾക്കോ വില കൽപ്പിക്കാതെ എപ്പോൾ വേണമെങ്കിലും അവർക്ക് കയറി വരാൻ പറ്റുന്ന, എനിക്ക് കയറി ചെല്ലാൻ പറ്റുന്ന, കട്ടയ്ക്ക് കൂട്ടായി ഒപ്പം നിൽക്കുന്ന ഒരു സൗഹൃദം. എനിക്ക് ഇപ്പോൾ ഒരാളെ തല്ലണം എന്ന് തമാശയ്ക്ക് പറഞ്ഞാൽ പോലും ആരെ എന്നൊരു മറുചോദ്യം ചോദിക്കാത്ത, എൻ്റെ കണ്ണൊന്ന് കലങ്ങിയാൽ, എൻ്റെ സ്വരമൊന്ന് ഇടറിയാൽ അത് മനസ്സിലാവുന്ന ഒരു കൂടപ്പിറപ്പിനെ പോലെ കൂടെ നിൽക്കുന്ന ഒരു ചങ്ങാതി. എൻ്റെ കൈ വായ്പകളിൽ അറിഞ്ഞുകൂടെ നിൽക്കുന്ന, ഏത് പാതിരാത്രിയിലും എന്താടാ ഞാനില്ലേ എന്ന് പറയാൻ പറ്റുന്ന, ഏത് വിഷമസന്ധിയിലും ഒന്ന് കൈപിടിക്കുന്ന ഒരു ആത്മാർത്ഥ സുഹൃത്ത്. പലപ്പോഴും എത്ര വയ്യെങ്കിലും ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ സൗഹൃദ വലയങ്ങളിൽ ആ ഒരു കരുതൽ നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ ഒരിക്കലും സൗഹൃദങ്ങൾക്ക് വിലയിടാറില്ല. പക്ഷേ എത്ര ആത്മാർത്ഥത കാട്ടിയാലും ചെറിയ ചെറിയ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി എനിക്ക് വിലയിടുന്നു എന്ന് തോന്നിയാൽ, അതുമല്ലെങ്കിൽ എൻ്റെ സൗഹൃദം ദുരുപയോഗിക്കപ്പെടുന്നു എന്നൊരു തോന്നലുണ്ടായാൽ ആ നിമിഷം ഞാൻ ആ സ്ഥലം കാലിയാക്കും. ആണായാലും പെണ്ണായാലും ആത്മാർത്ഥതയ്ക്കിടയിൽ തേപ്പ് പണി തരുന്ന പരിപാടി അനുവദിക്കാൻ എന്തോ ഒരു അരോചകമാണ്. തുടക്കത്തിൽ എല്ലാവരും മാന്യന്മാരാകും. പക്ഷേ പോകെ വാക്കുകളുടെയും പ്രവൃത്തികളുടെയും ഭാവങ്ങൾ മാറും. ഒരു സഹായം ചെയ്താൽ 100 നോട്ടീസ് അടിക്കാത്ത, വേദനകളിൽ ഒരു സ്വാന്തനമായി, സങ്കടങ്ങളിൽ ഒരു തലോടലായി, തനിച്ചാകുന്ന നിമിഷങ്ങളിൽ ഒരു കാറ്റായി, ഏത് ആവശ്യങ്ങളിലും ഒരു മറു ചോദ്യമില്ലാത്ത സഹപാഠിയെപ്പോലെ, എൻ്റെ സന്തോഷങ്ങളെ ആഘോഷമാക്കുന്ന, എൻ്റെ കുറവുകളെ വിമർശിച്ച് തിരുത്തുന്ന ചങ്കായൊരു കൂട്ടുകാരി അല്ലെങ്കിൽ കൂട്ടുകാരൻ. ഒരു വാക്കുകൊണ്ട് പോലും ചങ്ക് മുറിക്കാത്ത ഒരു സൗഹൃദം. ആരാണത് കൊതിക്കാത്തത്? ശരിക്കും എനിക്കും അങ്ങനെയൊരാളെ കൂട്ടായി അടുത്ത ജന്മത്തിലെങ്കിലും കിട്ടണേ എന്ന പ്രാർത്ഥനയാണ്. ആരാണ് അങ്ങനെയൊരു സൗഹൃദം ആഗ്രഹിക്കാത്തത്? ആഗ്രഹിച്ചാൽ മാത്രം പോരാ, നമ്മളും സ്വാർത്ഥതയില്ലാതെ സ്നേഹിക്കുവാൻ ശ്രമിക്കണം. നാം എന്താണോ ആഗ്രഹിക്കുന്നത് അതുതന്നെ നമ്മളും അവർക്കായി തിരിച്ചു കൊടുക്കണം. അങ്ങനെയുള്ള സൗഹൃദങ്ങൾ ഓരോ മനസ്സിനും കൂട്ടായി വരട്ടെ എന്ന പ്രാർത്ഥനയോടെ